നമുക്കറിയാം മുല്ലപ്പെരിയാറാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമെന്ന്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 100 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും തന്നെ ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മളെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. വയനാട് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടൊരു പേരാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അതിന് മുമ്പ് മുല്ലപ്പെരിയാർ ഡാം ഡിക്കമ്പോസ് ചെയ്യണം അന്നേരത്തുള്ള വാർത്തകളുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ ഇത് വലിയ രീതിയിൽ തന്നെ ഉയരുകയാണ്. എന്നാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാരിസ് ബീരാൻ MP അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനൊരു സ്റ്റഡി നടത്തണം, റിസർച്ച് നടത്തണമെന്നാണ്. അതായത് വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് മുല്ലപ്പെരിയാർ ഡാമിൽ അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു സ്റ്റഡി നടത്തണം, എത്രയും പെട്ടെന്ന് നല്ലൊരു സ്റ്റഡി നടത്തണം, റിസർച്ച് നടത്തണം. എന്നിട്ട് അതിൽ റിസൾട്ട് ഉറപ്പായിട്ടും കേരളത്തിലെ ജനങ്ങളോട് പങ്കുവെക്കണം. അത് കറക്റ്റ് രീതിയിൽ തന്നെ അവർ അവയർനെസ് നടത്തണം എന്നാണ് ഈ ഹാരിസ് ബീരാൻ MP രാജ്യസഭയിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ കാലാവസ്ഥ അങ്ങനത്തെ കാലാവസ്ഥയാണ്. അതായത് ഓരോ വർഷം കൂടുന്തോറും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്കറിയാം ഒരു പ്രളയമായിരുന്നു, ഇപ്പോൾ ഇത്രയും വലിയ ഉരുൾപൊട്ടൽ. ഇനിയും എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. സോ ഇതെല്ലാം ഒരു വലിയ അപകടത്തിന് മുന്നാടിയുള്ള ഒരു സൂചനയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എന്താ പറയുക, ഹാരിസ് ബീരാൻ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സ്റ്റഡി നടത്തുക, അതിൻ്റെ റിസൾട്ട് എന്താണെന്നത് നല്ല വിദഗ്ധ സംഘത്തെ കൊണ്ടുതന്നെ ഒരു സ്റ്റഡി നടത്തുക, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുക. അതിനാവശ്യം അതായത് എന്തെങ്കിലും അത്യാവശ്യമാണ് പൊളിക്കണമെന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ പൊളിക്കുക. സോ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.